എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രേവതിക്കുട്ടി അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ചേച്ചി ചെല്ലുന്നത് നല്ല വീട്ടിലേക്കായിരിക്കും, നല്ല ആൾക്കാരായിരിക്കും അവർ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, പിന്നെ നല്ല ആൾക്കാർ അതുകൊണ്ടാണോ അവരെന്നെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചത് എന്ന് അലീനെ ചോദിക്കും. അന്നേരം അതും നേരാണല്ലോ എന്ന് രേവതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ കിടക്കും അവിടെ രണ്ടുപേരുടെ. കിടക്കുമ്പോഴും ആകെ സങ്കടമാണ് അലീനയ്ക്ക് ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട്. കിടന്നു കഴിഞ്ഞും രേവതി ചോദിക്കുന്നുണ്ട് അവരെന്തെങ്കിലും ചേച്ചിയെ തിരിച്ചറിഞ്ഞാലോ എന്ന്. അന്നേരം അലീന പറയും ഒരിക്കലും അത് സംഭവിക്കില്ല, കാരണം ഞാൻ ഇങ്ങനെ ഒരാൾ ഇരിപ്പുണ്ട് എന്ന് പോലും അവർക്കറിയില്ല, അതിനൊരു തെളിവും ഇപ്പം ബാക്കിയില്ല, അതുകൊണ്ട് അവർ വിശ്വസിക്കില്ല എന്നിങ്ങനെ പറയുവാണ് അലീന. ആകെ സങ്കടമാട്ടോ അലീനയ്ക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിൻ്റെ വീടാണ്. മുത്തശ്ശൻ യാത്ര കഴിഞ്ഞ് വന്നത്തേക്കും ആകെ ശ്വാസമുട്ടലും വയ്യാകിയൊക്കെ ആയി. അതുകൊണ്ട് മനുവിൻ്റെ അച്ഛൻ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുവാണ്. അന്നേരം ടെൻഷനോടെ ആയിട്ട് ഓടിക്കയറി വരുന്നേ. അന്നേരം മനുവിൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എങ്ങനെയാണ് ഇപ്പോൾ ഇത്തിരി കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത്തിരി ശ്വാസം മുട്ടലോ കുറവുണ്ട് എന്ന് പറയുന്നു. ഈ സമയം മുത്തച്ഛൻ ആകെ വയ്യാതെ ശ്വാസം മുട്ടലായതുകൊണ്ട് തലയൊക്കെ പൊക്കി വെച്ചേക്കുവാണ്, തലേണ വെച്ച്. അന്നേരം മനു ചോദിക്കുന്നുണ്ട് ഇച്ചിരി ഒന്ന് താത്തി വെക്കട്ടെ മുത്തച്ഛൻ എന്ന് ചോദിക്കുമ്പം താത്തി വെക്കാൻ പറയും. ഡോക്ടർ വന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഡോക്ടർ റൂമിലേക്ക് വരും. എന്നിട്ട് പരിശോധിച്ച് നോക്കിയിട്ട് ഭയങ്കര ശ്വാസം മുട്ടലാണോ എന്ന് ചോദിക്കുമ്പം ശ്വാസം വലിക്കാൻ മേല എന്ന് പറയുവാണ്. അത് പറയാനുള്ള ശ്വാസം പോലും ഇല്ല, അത്രയും ബുദ്ധിമുട്ടാണ് മുത്തച്ഛന്. അങ്ങനെ കുറച്ച് പരിശോധിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ മുത്തച്ഛനോട് പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ, അവിടെ ആകുമ്പം കുറച്ചുകൂടി സൗകര്യമുണ്ട്, നമുക്ക് ശ്വാസം മുട്ടലൊന്നുമില്ലാതെ ഓക്സിജനൊക്കെ തരാൻ പറ്റും, സുഖമായിട്ട് കിടക്കാം എന്നൊക്കെ പറയുമ്പോൾ മുത്തച്ഛൻ പറയും വേണ്ട, ആ സുഖം എനിക്ക് വേണ്ട എന്ന്. എന്നിട്ട് മുത്തച്ഛൻ തന്നെ ചോദിക്കുകയാണ് എന്തൊക്കെ ചെയ്താലും ഞാൻ മരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സംഭവിച്ചേക്കാം, പക്ഷേ ഈ ബുദ്ധിമുട്ടുകളില്ലാതെ സുഖമായിട്ട് കിടക്കാമല്ലോ എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമില്ല, ഞാനിവിടെ എൻ്റെ തറവാട്ടിൽ കിടന്ന് മരിച്ചോളാം, എൻ്റെ കൊച്ചുമക്കളുടെയും മക്കളുടെയും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ മരിച്ചോളാം, ഒരിക്കൽ ഞാൻ അനുഭവിച്ചതാണ്, ഇനി ഞാൻ ആശുപത്രിയിലേക്ക് ഇല്ല എന്ന് മുത്തച്ഛൻ പറയുക. അന്നേരം ഡോക്ടർ മനുവിനോട് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കൊരു ദൂരയാത്രയൊക്കെ നടത്തിയില്ലേ തിരുവനന്തപുരത്തിന്, മുത്തച്ഛന് വയ്യാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു യാത്ര നടത്തണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് എന്തിനായിരുന്നു ആ യാത്ര എന്ന് ചോദിക്കുമ്പം മനുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ആർക്കറിയാം, ഒരു ദിവസം മുത്തച്ഛനും മോനോട് എഴുന്നേറ്റ് അങ്ങ് യാത്രയ്ക്ക് പോയി, അത് കഴിഞ്ഞ് വന്നപ്പം ചോദിച്ചപ്പം കിടന്ന് ഉരുളുവാണ്, ഒരു കാര്യവും വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട് അതൊക്കെ മുത്തച്ഛൻ്റെ ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കുമോ, ചന്ദ്രനിൽ പോകണമെന്ന് പറഞ്ഞാൽ അവിടെയും നീ കൊണ്ടുപോടാ എന്ന് ചോദിച്ച് മനുവിൻ്റെ അമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തച്ഛന് ദേഷ്യം വരും, എന്തൊരു ശല്യമാണ് ഇത്, ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് കിടക്കാൻ പോലും മേലോ, ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഡോക്ടർ പരിശോധിച്ചെല്ലാം കഴിഞ്ഞിട്ട് കിടന്നൊന്ന് ഉറങ്ങിക്കോട്ടെ, ഇനി ശല്യം ചെയ്യേണ്ട, ആരെങ്കിലും ഒരാൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്നാൽ മതിയെന്ന് പറയും. മനു പറയും ഞാൻ നിന്നോളാന്ന്. എന്നിട്ട് ബാക്കി എല്ലാവരും അങ്ങ് പോവാണ്. പോയി കഴിയുമ്പോൾ മുത്തശ്ശൻ മനുവിനോട് പറയുവാണ് അവർ പലരും നിന്നെ ചിലപ്പോൾ കുറ്റപ്പെടുത്തിയേക്കാം, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, നമ്മൾ പോകേണ്ട ഇടത്തേക്ക് തന്നെയാണ് പോയതെന്ന് പറയും. അത് സാരമില്ല മുത്തശ്ശ എന്ന് മനുവും പറയും. പിന്നെ കാണിക്കുന്നത് ബ്രിജിത്താമ്മയാണ്. ബ്രിജിത്താമ്മ അലീനെ വിളിച്ചിട്ട് പറയുവാണ് കൊല്ലം ജില്ലയിൽ ത്യാഗഭവൻ എന്ന് പറയുന്ന ഒരു അനാഥാലയമുണ്ട്, കുട്ടികളുടെ അനാഥാലയമാണ്, അവിടെ വരെ നീ ഒന്ന് പോകണം, കൂടെ ചിന്നുമോളും കൂട്ടിക്കോ, ചിന്നുമോളെ അവിടെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ആകെ സങ്കടമാണ് അലീനയ്ക്ക്. അന്നേരം അലീനെ ചോദിക്കുന്നുണ്ട് എന്തിനാമ്മ ഇന്ന് കൊണ്ടുവിടുന്നത്, നാളെ കൊണ്ടുവിടാം, അവളെ കണ്ണ് നിറച്ചൊന്ന് കാണാനോ ഒന്ന് നേരാവണ്ണം ഒന്ന് കൊഞ്ചിക്കാൻ പോലും പറ്റിയില്ല, അതുകൊണ്ട് നാളെ കൊണ്ട് ആക്കാം എന്നിങ്ങനെ പറയുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഒരു പരിഭവം പോലെ എന്തുകൊണ്ടാണ് ബ്രിജിത്താമ്മ ഇത് നേരത്തെ പറയാതിരുന്നത്, അങ്ങനെ പറയുമായിരുന്നെങ്കിൽ അവളെ ഒന്ന് നേരാവണ്ണം ഒന്ന് കൊഞ്ചിക്കായിരുന്നു എന്ന് പറയുമ്പം ബ്രിജിത്തമ്മ പറയുവാണ് അത് മനഃപൂർവ്വമാണ് പറയാതിരുന്നത്, ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തൊട്ട് നിങ്ങൾ ചിന്നുമോളെ താഴെ വയ്ക്കുകയില്ല, അങ്ങനെ കൊഞ്ചിച്ച് കൊണ്ട് നടന്നിട്ട് അവളെ അവിടെ കൊണ്ടുവിട്ടിട്ട് നമ്മളിങ്ങ് പോരും, അവൾക്ക് അത് വല്ലാണ്ട് മിസ് ചെയ്യും, അതുകൊണ്ട് ഒന്നും കൂടുതലായിട്ടൊന്നും വേണ്ട, സാധാരണ രീതിയിലെ പോലെ തന്നെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കണം, എന്നിട്ട് മോള് തന്നെ അവളെ അവിടെ കൊണ്ടാക്കണം എന്ന് പറയും. അന്നേരം അലീനയ്ക്ക് ആകെ സങ്കടം, ഞാൻ തന്നെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പം ഞാൻ തന്നെയല്ലേ കാണുള്ളൂ, ഞാൻ തനിച്ചിരുന്ന് കരയേണ്ടി വരും, അതുകൊണ്ട് രേവതി കുട്ടിയും കൂടെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കും. അന്നേരം ബ്രിജിത്താമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ആരാന്ന്. അന്നേരം ഒരു സിസ്റ്ററോട് പറയാം, അമ്മയുടെ അടുത്തിരിക്കാൻ ഞാൻ സിസ്റ്ററോട് പറയാമെന്ന് പറയും. എങ്കിൽ പെട്ടെന്ന് പോയി റെഡിയാക്കിക്കും മോളെ, അവളുടെ സാധനങ്ങളൊക്കെ ചെറിയൊരു ബാഗിലോട്ടും എടുത്തോളാൻ പറയുവാണ്. ആകെ സങ്കടത്തോടെയാണ് അലീന അവിടെ നിന്ന് പോരുന്നത്. അത് കഴിഞ്ഞ് അലീനയും രേവതിയും കൂടി മോളെ കുളിപ്പിക്കുക. രേവതിക്കാണ് കൂടുതൽ സങ്കടം, കാരണം എല്ലാ കാര്യങ്ങളും ചിന്നുമോളുടെ നോക്കിയിരുന്നത് രേവതിയാണ്, അതുകൊണ്ട് കുളിപ്പിക്കാൻ നിന്നിട്ട് വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് ഇതെന്താ മോളെ നീ കാണിക്കുന്നത്, എത്ര നേരമായി വെള്ളം ഒഴിക്കാൻ തുടങ്ങിയിട്ട് എന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് അലീന തന്നെ മോളെ അവിടെ നിന്ന് എടുക്കും, എന്നിട്ട് തോർത്തിക്കൊണ്ടിരിക്കുക. അന്നേരം രേവതിക്കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്. അന്നേരം അലീന ചോദിക്കും നീ എന്താ കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ അല്ല വെള്ളം തെറിച്ചതാന്ന് പറയുമ്പോൾ നിൻ്റെ കണ്ണിലും വെള്ളം തെറിപ്പിച്ചോ എന്ന് ചോദിക്കും.
എന്നിട്ട് രണ്ടുപേരൂടെ മോളെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഉടുപ്പൊക്കെ ഇടിയിച്ച് തലമുടിയൊക്കെ കെട്ടി സുന്ദരി കുട്ടിയാക്കുവാണ്. എല്ലാത്തിനും രേവതി ആൻറ്റി മതി കേട്ടോ ചിന്നുമോൾക്ക്. കാരണം അവർ രണ്ടുപേരുമാണ് എപ്പോഴും ഒരുമിച്ചുള്ളത്. ഏതായാലും റെഡിയാക്കി കഴിയുന്നെങ്കിൽ ഭയങ്കര സങ്കടം. അലീനയാണെങ്കിലും കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് മോളെ. അന്നേരം മോളെ ചോദിക്കും എന്തിനാ കരയുന്നത്? അന്നേരം വെറുതെയാണെന്ന് പറയും. എന്തെങ്കിലും റെഡിയാക്കി കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ബ്രിജിത്താമ്മയും വരും. അന്നേരം മോള് റെഡിയായി കഴിഞ്ഞോ, ഇന്ന് മോള് കളിക്കാൻ പോകല്ലേ, അവിടെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആണോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് മോൾക്ക്. എന്നിട്ട് കുറച്ച് നേരം ബ്രിജിത്താമ്മയുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യും. മോളെ ഒരിക്കൽ പൗഡറൊക്കെ എടുത്ത് ബ്രിജിത്താമ്മയുടെ മുഖത്തൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് മോള് കുഞ്ഞായിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഭയങ്കര രസമാട്ടോ മോളുടെ രീതികൾ കാണാൻ. ഏതായാലും അവർ റെഡിയായിട്ട് ഇറങ്ങുമ്പോഴും ബ്രിജിത്താമ്മയെ കെട്ടിപ്പിടിച്ച് ഒരേ ഉമ്മ നെറ്റിയിലും കവളയിലും എല്ലാം കുറേ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ആ ചിന്നുമോൾ പോകുന്നത്. എന്നിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. ഭയങ്കര സങ്കടത്തോടെ ഹൃദയം പൊട്ടി നിൽക്കുന്ന പോലെ നിൽക്കുവാണ് നമ്മുടെ ബ്രിജിത്താമ്മ. രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ്. അതെങ്കിൽ മോള് കയ്യിൽ നിന്ന് ഇറങ്ങി ഓടി അങ്ങ് പോകും. എന്നിട്ട് പാർക്കിൽ പോയി കളിക്കാനാണ് പോകുന്നതെന്ന് മോളോട് പറഞ്ഞിരിക്കുന്നത്. മോൾക്ക് ഭയങ്കര സന്തോഷം. പെട്ടെന്ന് സമയം പോകും, നമുക്ക് കളിക്കണ്ടേ എന്ന് പറഞ്ഞാൽ മോൾ ഓടി പോവുകയാണ്. അതിനിടയ്ക്ക് രേവതി വന്ന് മോളെ എടുക്കും. എന്നിട്ട് അവരങ്ങ് ഇറങ്ങി അങ്ങ് പോകുന്നിടം വരെ മോള് ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രിജിത്താമ്മയ്ക്ക് ആകെ സങ്കടമായിട്ട് ഇത് കാണുമ്പോൾ. പിന്നെ കാണിക്കുന്നത് അവരങ്ങനെ ത്യാഗഭവനിലേക്ക് എത്തി. അവിടെ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ഇതാണ് നമ്മൾ കളിക്കാൻ വന്ന സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട് ചിന്നുമോള്. അന്നേരം രേവതിക്കുട്ടി പറയും അതെ ഇവിടെയാണ് ഇനി മോള് കളിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. മോള് കളിക്കാനുള്ള ഇഷ്ടത്തോടെ ഓടി അങ്ങ് അകത്തോട്ട് കയറി പോവാണ്. മോളെ വീഴും എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പുറകെ ചെല്ലുന്നുണ്ട്. അകത്തോട്ട് ചെല്ലുമ്പോൾ കുറേ കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. അവിടെ ഒരു സിസ്റ്ററുണ്ട്. അന്നേരം സിസ്റ്റർ കുട്ടികളോട് പറയും നിങ്ങൾ ഒരുപാട് നേരമല്ലേ കളിക്കാൻ തുടങ്ങിയിട്ട്, പോയി കുളിച്ചിട്ട് ഇനി പഠിക്കാനിരിക്കുക എന്ന് പറയുവാണ്. അന്നേരം സിസ്റ്റർ ഇവരെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ട് വന്നതാണോ, എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ ബ്രിജിത്താമ്മ പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറയുമ്പം സിസ്റ്റർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ആണോ, കാര്യങ്ങളെല്ലാം അറിഞ്ഞായിരുന്നു, വിഷമിക്കേണ്ട, കർത്താവ് നിശ്ചയിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ, നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുവാണ്. അത് എന്തെങ്കിലും ചിന്നുമോൾ അവിടെ ഇരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുവാണ്. അന്നേരം ഇവൾ ഇത്രയും കാലം അവിടെ സ്നേഹസദനത്തിലെ പൊന്നോമനയായിരുന്നു, ഞങ്ങൾ ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് അവളെ ഇങ്ങോട്ട് ഏൽപ്പിക്കുന്നത് എന്ന് പറയുമ്പം നിങ്ങൾ വിഷമിക്കേണ്ട, ഇവിടെയും അവൾ പൊന്നോമനയായി തന്നെ വളരും, അവൾക്കൊരു കുറവും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മോളോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് സിസ്റ്റർ. അത് കഴിഞ്ഞ് നമുക്ക് മദറിനെ ഒന്ന് കാണാം എന്ന് പറഞ്ഞ് അവർ മദറിൻ്റെ അടുത്തേക്ക് വരുവാണ്. വന്നു കഴിയുമ്പോൾ മദർ അവിടുത്തെ രജിസ്റ്ററിൽ ഒപ്പിടാൻ പറയും. കൊച്ചിനെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചു എന്നുള്ളതിന് തെളിവ് വേണമല്ലോ, അതിന് രജിസ്റ്ററിൽ ഒപ്പിടാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബ്രിജിത്താമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലയെന്ന്. അന്നേരം മദറും പറയുന്നുണ്ട് വിഷമിക്കേണ്ട, ഈശ്വരൻ നിശ്ചയിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, ആ രീതിയിലെല്ലാം നടക്കുകയുള്ളൂ, വിഷമിക്കേണ്ട എന്ന് പറയും. എന്നിട്ട് അലീന കുറച്ച് പണം കയ്യിൽ അവർക്കൊക്കെ കൊടുക്കുക. അന്നേരം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം സാരമില്ല, മോൾക്ക് വേണ്ടി ഇനി എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വന്നാലോ അതുകൊണ്ടാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് പൈസ കയ്യിലോട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് സ്വീറ്റ്സും കൊടുക്കും കേട്ടോ, കുട്ടികൾക്ക് കൊടുത്തോ എന്ന് പറഞ്ഞ്. അന്നേരം അത് ചിന്നുമോളുടെ കയ്യിലോട്ട് തന്നെ കൊടുത്തേരാം, മോള് തന്നെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കട്ടെ എന്ന് പറയുക. അന്നേരം മോൾക്ക് പോകാനൊരു മടി കേട്ടോ. ഇത്ര നേരം അവിടെ ഇറങ്ങി കളിച്ചുകൊണ്ടിരുന്നതാണ്. വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ വാന്നേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചെടുക്കുവാണ് സിസ്റ്റർ. നമുക്ക് കൂട്ടുകാർക്ക് മുട്ടായിയൊക്കെ കൊടുക്കണ്ടേ, ഒരുപാട് കൂട്ടുകാരെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ ആ കുട്ടികളുടെ അടുത്തോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് മുട്ടായിയുടെ കവറ് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറയും. അതിന് ചിന്നുമോള് ചോദിക്കുന്നുണ്ട് ഇന്ന് എന്തിനാ സ്വീറ്റ്സ് കൊടുക്കുന്നത്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്, ഞാൻ പറയാൻ മറന്നുപോയതാ എന്ന് പറയും. അന്നേരം കേക്കൊന്നും ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന മോളെ നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അലീനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.